RSS എന്ന സംഘടന എന്താണ് എന്ന് ലോകത്തിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവരുടെ ചിട്ട, അവരുടെ ഡിസിപ്ലിൻ, RSS ഭരിക്കുന്ന ഒരു രാജ്യം, ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ RSS എന്ന സംഘടന എന്താണ് എന്നും അതിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവകർ അവർ എന്താണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കിയാൽ RSSനെ കുറിച്ച് ഇത്രയധികം വിവാദത്തിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം RSS പരിപാടിയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിന്റെ പേരിൽ നിരവധി പ്രതികരണങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശസ്തരായ വ്യക്തികൾ, ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, പ്രൊഫഷണൽസ്, ഇവരെല്ലാവരും അത് തന്നെയല്ല റിട്ടയർ ചെയ്ത സൈനിക ഉദ്യോഗസ്ഥർ വരെ RSSകാർ ആയി മാറുന്നത് എന്നതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് എന്ന് ജിതിൻ കെ ജേക്കബ് പറയുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് RSSന്റെ ചരിത്രമാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘം അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, മതസംഘടനയാണോ? അല്ല, അത് ഒരു ചര്യയാണ്, ഒരു ധർമ്മമാണ്, ഒരു ദേശീയ വികാരമാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതന ധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ സംഘം ഭാരതത്തിന്റെ ജീവരക്തമായ ഹിന്ദു ധർമ്മ സംഘടനത്തിലൂടെ സമൂഹ ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. ഓരോ സ്വയം സേവകനും സംഘം വിഷയം ജീവിതത്തിന്റെ ഒരു ചര്യയായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാനെന്ന അഹംഭാവം അവിടെയില്ല. എല്ലാവരിലും, നിന്നിലും എന്നിലും, ലോകത്തിലെ സർവ്വചരാചരങ്ങളിലും നിലകൊള്ളുന്നത് എന്നിലുള്ള അതേ ചൈതന്യമാണ് എന്നും അതുകൊണ്ട് തന്നെ നാളെ ഇഹലോകവാസം വെടിയുമ്പോൾ എന്നിലെ ചൈതന്യം ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേരേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ, അർത്ഥത്തിലൂടെ മോക്ഷമാർഗം തേടുന്നവരാണ് RSSകാർ. അതുകൊണ്ട് തന്നെ RSSകാർക്കെതിരെ ഇത്രയധികം വിമർശനങ്ങളും വിവാദങ്ങളും വരുമ്പോൾ അവർ വളരെയധികം നിശബ്ദരായി തുടരുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. കാരണം ബഹളം വെക്കേണ്ടതല്ല. RSS എന്നാൽ എന്താണ് എന്ന്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ ബഹളം വെച്ച് നേടേണ്ട ഒരു കാര്യമല്ല RSS. ഇവിടെ ജിതിൻ കെ ജേക്കബ് പറഞ്ഞ ചില വാചകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ചില വാചകങ്ങൾ ഒരു പുനരവലോകനം ചെയ്യുകയാണ് എങ്കിൽ, ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ 17ഓളം സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ RSSകാരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് RSSകാരാണ്. ഇനി കേന്ദ്രത്തിൽ BJP ഭരണം പോയി എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിലും RSS പ്രത്യയശാസ്ത്രം തന്നെ ആയിരിക്കും കുറഞ്ഞത് അടുത്ത 50 വർഷങ്ങൾ എങ്കിലും ഇന്ത്യ പിന്തുടരുക. കാരണം അത്രമാത്രം ആഴത്തിൽ സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ വേരൂന്നി കഴിഞ്ഞു. അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഒരു RSS ഓഫീസ് കണ്ടിട്ടുണ്ടോ? മോഹൻ ഭാഗവതിനെ അല്ലാതെ ഏതെങ്കിലും RSS നേതാവിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? RSSകാർ നടത്തുന്ന സമരം, പ്രക്ഷോഭം, ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ 5000-ലധികം RSS ശാഖകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ RSS എല്ലായിടത്തും ഉണ്ട് താനും. സർവ്വവ്യാപിയായി RSS ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ഒരു നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്നു. അധികാരമൊക്കെ ഈ അടുത്ത കാലത്തല്ലേ ലഭിച്ചത്. അതിനു മുൻപും ഇവിടെ RSS ഉണ്ടായിരുന്നു. RSSൽ ചേരാൻ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അതിൽ അംഗങ്ങളായാൽ സാമ്പത്തിക നേട്ടമോ പദവികളോ ഒന്നും ലഭിക്കുകയില്ല. കൃത്യമായ അച്ചടക്കം, സംഘടനാ തത്വങ്ങൾ, ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകണം. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുക, പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അവിടെ ഉറങ്ങുക, അങ്ങനെ അധികാരത്തിന്റെ ഒരു ശ്രേണിയിലും പങ്കുപറ്റാതെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥ സേവനം നടത്തുന്നവരാണ് സ്വയം സേവകർ. ഇതൊക്കെയായിട്ടും RSSലോട്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾ ആകർഷിക്കപ്പെടുന്നു എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. BJPക്ക് കേന്ദ്രഭരണം പോയാലും RSS ഇവിടെ ഉണ്ടാകും. 100 വർഷമായി രാജ്യസേവനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അടിവേരുകൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര ആഴത്തിൽ വളർന്നു കഴിഞ്ഞു. അതിന്റെ പേരിൽ വെല്ലുവിളിയോ അഹങ്കാരമോ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ കിടന്നു കുരച്ചാൽ ഒന്നും അവർ മൈൻഡ് ചെയ്യുക പോലുമില്ല. അവരുടെ രീതി അങ്ങനെയല്ല. അവർ അവരുടെ പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല സതീശൻ ജി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ചിലരെയൊക്കെ നമുക്ക് താൽക്കാലികമായി സന്തോഷിപ്പിച്ച് നിർത്താം, പക്ഷേ അപ്പോൾ മൂങ്ങേണ്ടവർക്ക് മാറിയിരുന്ന് മൂങ്ങാം. പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതണ്ട. കാരണം അത്രമാത്രം സൈലന്റ് ആയിട്ട് തങ്ങൾ ചെയ്യുന്നത് പുറം ലോകത്തിനെ അറിയിക്കാതെ തങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വൃത്തിയായി ചെയ്ത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സുശക്തമായ ഒരു മുന്നോട്ടുള്ള ഉന്നതിക്കായി പ്രവർത്തിക്കുന്നവരാണ് സ്വയം സേവകർ. അവർക്ക് നേരെ കുരച്ചാൽ അവർ ആ കുരയ്ക്കുന്ന ശബ്ദം പോലും കേട്ടു എന്ന് വരില്ല. കാരണം അത്രമാത്രം ഏകാഗ്രതയോടെ മുന്നോട്ട് പോകുന്നവരാണ് RSSകാർ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.